കിടക്കാൻ ഭാര്യമാരെ തല്ലുന്ന എന്റെ ചെറുപ്പക്കാരോട്, വേദനിപ്പിക്കുന്ന ചെറുപ്പക്കാരോട്, പൊന്നുമോനെ, നിന്റെ വിവാഹ ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? നിന്റെ വിവാഹ ദിവസം നാട്ടുകാരെ മുഴുവനും വിളിച്ചുകൂട്ടി പള്ളിയിലെ കാളിയാര് നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വാപ്പ നിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു തന്ന ഒരു രംഗം നിനക്ക് ഓർമ്മയുണ്ടോ? എന്തേ പറയണത്? പള്ളിയിലെ ഖത്തീബ് ഉസ്താദ് പിടിച്ചിട്ട് വാപ്പയുടെയും ചെറുപ്പക്കാരന്റെ വിവാഹ പയ്യന്റെയും കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ട് പറഞ്ഞു തരും, ഉസവ്വിജുക അലാ മാ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. അതിന്റെ അർത്ഥം അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഈ പാവപ്പെട്ടവളെ നീ തല്ലൂല. അതിന്റെ അർത്ഥം അറിഞ്ഞിരുന്നെങ്കിൽ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തടിക്കാ അവളുടെ മുമ്പിൽ നിനക്കൊന്ന് കൈപൊക്കാനുള്ള ധൈര്യമുണ്ടാകില്ല. എന്തേ പറഞ്ഞു തരുന്നത്? നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വാപ്പ നിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്ന, പൊന്നുമോനെ, 18 കൊല്ലം ഈ പാവപ്പെട്ടവളെ ഞാൻ നല്ലപോലെ വളർത്തി. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ 18, 19, 20 വർഷക്കാലം പൊല്ലുപോലെ ഞാൻ ഈ പോളെ നോക്കിയടാ ചെറുപ്പക്കാരാ. പൊന്നുമോനെ, നിന്റെ കയ്യിലേക്ക് നീ തരുന്ന മഹറിന് പകരം ഞാൻ നിന്റെ കയ്യിലേക്ക് വെച്ച് തരികയാണ്. ചെറുപ്പക്കാരാ, എന്റെ പൊന്നുമോൾക്ക് എന്തെങ്കിലും തെറ്റ് വന്നു പോയാ, എന്റെ പൊന്നുമോൾക്ക് എന്തെങ്കിലും ഒരു ന്യൂനത വന്നു പോയാ, പൊന്നുമോനെ നീ ക്ഷമിക്കണേ, എന്നിട്ട് അവക്ക് നീ തിരുത്തി കൊടുക്കണേ. ഓരോ ഭാര്യയുടെ വാപ്പയും കയ്യിൽ പിടിച്ചിട്ട് തന്റെ മരുമകനോട് പറയുന്നു, മോനെ, എന്റെ പൊന്നുമോൾക്ക് എന്തെങ്കിലും തെറ്റുവന്നു പോയാ, ഇവൾ അനുസരണക്കേട് കാണിച്ച, ഇവള് കുരുത്തക്കേട് കാണിച്ച, നീ ക്ഷമിക്കണേ, ഇവൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണേ. അല്ലാതെ എന്റെ പൊന്നുമോളത്തല്ലല്ലേ. നിനക്ക് സുഖിച്ച് സുഖിച്ച് അവസാനം ഇവളെ വേണ്ടെന്ന് തോന്നുമ്പോ ഇവളെ നീ കെട്ടിത്തൂക്കല്ലേ, അടുക്കളക്കകത്തിട്ട് ചവിട്ടിത്തേക്കല്ലേ. എടാ, നിനക്കെന്റെ പൊന്നുമോളെ വേണ്ടെന്ന് തോന്നുമ്പോ ഇതുപോലെ എന്റെ പൊന്നുമോളെ എന്റെ കയ്യിലേക്ക് തന്നെ തിരിച്ചു തരണേ. നിറകണ്ണുകളോടെ നിന്റെ ഭർത്താവിന്റെ വാപ്പ, നിന്റെ ഭാര്യയുടെ വാപ്പ നിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞത്, എന്റെ പൊന്നുമോളെ നിനക്ക് വേണ്ടെന്ന് തോന്നുമ്പോ നീ കൊന്നു കളയല്ലേ, ചവിട്ടി തേക്കല്ലേ, ആ പാപത്തിന് കണ്ണീര് കുടിപ്പിക്കല്ലേ. നിനക്കിവളെ വേണ്ടെന്ന് തോന്നുമ്പോ എന്റെ കയ്യിലേക്ക് തിരിച്ചു തരണേ എന്ന് നിന്റെ ഭാര്യയുടെ ഉപ്പ നിന്നോട് പറഞ്ഞു തരുന്നത്. ഉസവ്വിജുക അലാ മാ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. എന്റെ ചെറുപ്പക്കാരാ, ഭാര്യ അടിക്കണമെന്ന് തോന്നുമ്പോ നീ ഇതൊന്ന് ചിന്തിച്ചാ മതി. എടാ, നിനക്കതിന്റെ വേദന അറിയണമെങ്കിൽ നിനക്കും ഒരു മകളുണ്ടായി, ആ മകളെ മറ്റൊരുത്തനെ കെട്ടിച്ചു വിട്ട് അവൻ തല്ലുമ്പോഴേ അതിന്റെ വേദന നിനക്ക് തിരിച്ചറിയൂ. അതുകൊണ്ട് എന്റെ